ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തണം. പവർ ഗ്രൂപ്പിനുള്ളിൽ സിപിഐഎമ്മിന് വേണ്ടപ്പെട്ട ആളുകളുണ്ടെന്ന് ഓരോ ദിവസം കഴിയുന്തോറും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ 24-നോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കൂടുതൽ കഥകൾ പുറത്തുവരികയാണ്. ഏറ്റവും ഒടുവിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി പുതിയ ആരോപണമായി രംഗത്തെത്തുന്നു. 24-ലൂടെ തന്നെയായിരുന്നു ഈ ഒരു ആരോപണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ തന്നെ സാംസ്കാരിക മന്ത്രിയുടെ സ്വന്തം ആൾക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ ആരോപണം വരുന്നത്. മുമ്പും സമാനമായ രീതിയിൽ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പല വിവാദങ്ങൾ IFFK ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം സർക്കാർ ഒരു പിന്തുണ നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ശ്രീ രഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1978 SFI ആണെന്ന്, പഴയ SFI ആണെന്നൊക്കെ എപ്പോഴും പറയുന്ന ആളാണ്. അതിജീവിതയെ വേദിയിലേക്ക് കൊണ്ടുവന്ന് കയ്യടി നേടിയ ആളാണ് ശ്രീ രഞ്ജിത്ത്. ആ രഞ്ജിത്തിനെതിരായിട്ട് ഇപ്പോൾ ഒരു ആക്ഷേപം വരുമ്പോൾ അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് 21 പാരഗ്രാഫുകൾ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ 129 പാരഗ്രാഫ് ഒഴിവാക്കി സംസ്ഥാന സർക്കാർ വിധേയത്വം കാണിച്ചു. അപ്പോൾ ആ പവർ ഗ്രൂപ്പിനകത്ത് CPM-ന് വേണ്ടപ്പെട്ടവർ ഉണ്ട് എന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം, അതും ആ സിനിമയുടെ ഒരു പശ്ചാത്തലം താങ്കൾ ആലോചിക്കണം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കഥയാണ് പാലേരി മാണിക്യത്തിൽ. ആ പാലേരി മാണിക്യത്തിൻ്റെ സംവിധായകൻ തന്നെ അതിനകത്തെ കഥാപാത്രമായ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയായി പരകായ പ്രവേശം ചെയ്തൊരു നടിയോട് അതിക്രമം കാട്ടി എന്നാണ് അവർ പരാതി ഉന്നയിക്കുന്നത്. ആ വിഷയത്തിനകത്ത് സംസ്ഥാന പോലീസ് ഒരു FIR ഇട്ടിട്ട് അന്വേഷണം നടത്തണ്ടേ? ഇനി ആ വിഷയത്തിനകത്ത് എന്താണ് ശരി തെറ്റ് എന്ന് ബോധ്യപ്പെടണ്ടേ? ഇപ്പോൾ ഒരു പരാതി കിട്ടിയല്ലോ. മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞത് പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നാണല്ലോ. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ CPM സഹയാത്രികൻ കോഴിക്കോട് നോർത്തിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി, അയാൾക്കെതിരായിട്ട് ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം ഉണ്ടാകണം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ശ്രീ രഞ്ജിത്ത് രാജിവെക്കുകയും വേണം. എന്തായാലും രഞ്ജിത്തിന്റെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നടത്തുകയാണെങ്കിൽ അതിനെ തടയുമെന്നും പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിരുന്നു. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ആവർത്തിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രതികരണങ്ങളും വാഗ്വാദങ്ങളും തുടരും എന്നത് ഉറപ്പാണ്. ക്യാമറാമാൻ അനന്തൂബി നായർക്കൊപ്പം AV ജയശങ്കർ, 24 കൊട്ടാരക്കര.